കഴിഞ്ഞ ദശകത്തിൽ ലോകമെമ്പാടുമുള്ള ഡോക്ടർമാർ ആശങ്കാജനകമായൊരു പ്രവണത ശ്രദ്ധിച്ചു. മുമ്പെന്നത്തേക്കാളും കൂടുതൽ സ്ത്രീകൾക്ക് ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം, തൈറോയ്ഡ് തകരാറുകൾ, ആദ്യകാല ഹൃദ്രോഗം തുടങ്ങിയ പ്രശ്നങ്ങൾ 20-നും 30-നും ഇടയിലുള്ള സ്ത്രീകൾക്കിടയിൽ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥകളെ പലപ്പോഴും വെവ്വേറെ ചികിത്സിക്കുന്നുണ്ടെങ്കിലും ഗവേഷണങ്ങൾ ഇപ്പോൾ അവ യഥാർത്ഥത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഈ വർധനവിന് പിന്നിലെ ഏറ്റവും വലിയ കാരണങ്ങൾ പോഷകാഹാരക്കുറവ്, ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം, വിട്ടുമാറാത്ത സമ്മർദ്ദം, ഉറക്കക്കുറവ്, ഉപാപചയ അസന്തുലിതാവസ്ഥ തുടങ്ങിയ ആധുനിക ജീവിതശൈലീ ശീലങ്ങളാണ്. സാധാരണയായി PCOS എന്നറിയപ്പെടുന്ന പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോമിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. വർഷങ്ങളായി PCOS പ്രധാനമായും ആർത്തവചക്രത്തെയും പ്രത്യുൽപാദനക്ഷമതയെയും ബാധിക്കുന്ന ഒരു പ്രത്യുൽപാദന വൈകല്യമായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് PCOS യഥാർത്ഥത്തിൽ ഒരു ഉപാപചയ അവസ്ഥയാണെന്ന് മെഡിക്കൽ വിദഗ്ധർ തിരിച്ചറിയുന്നു. PCOS ഉള്ള സ്ത്രീകൾക്ക് പലപ്പോഴും ഇൻസുലിൻ പ്രതിരോധമുണ്ടാകുന്നു. അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ശരീരത്തിന് ഇൻസുലിൻ ശരിയായി ഉപയോഗിക്കാൻ കഴിയില്ല. തൽഫലമായി ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ശരീരഭാരം, ഹോർമോൺ അസന്തുലിതാവസ്ഥ, ക്രമരഹിതമായ ആർത്തവം, മുഖക്കുരു, അമിതമായ രോമവളർച്ചയ്ക്ക് കാരണമാകും. എന്നാൽ പ്രത്യുൽപാദന ആരോഗ്യത്തിനപ്പുറം ഇതിന്റെ ആഘാതം വർദ്ധിക്കുന്നു. ഇൻസുലിൻ പ്രതിരോധം ടൈപ്പ് 2 പ്രമേഹം, പൊണ്ണത്തടി, വിട്ടുമാറാത്ത വീക്കം തുടങ്ങിയ സാധ്യത വർദ്ധിപ്പിക്കും. ഇവയെല്ലാം പിന്നീടുള്ള ജീവിതത്തിൽ ഹൃദ്രോഗ സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കും. സ്ത്രീകൾക്കിടയിൽ കൂടുതൽ സാധാരണമായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരവസ്ഥയാണ് തൈറോയ്ഡ് പ്രവർത്തനരഹിതത, പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡിസം. തൈറോയ്ഡ് ഗ്രന്ഥി ശരീരത്തിന്റെ മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നു. ഇത് പ്രവർത്തനരഹിതമാകുമ്പോൾ ക്ഷീണം, ശരീരഭാരം, വിഷാദം, മുടികൊഴിച്ചിൽ, വരണ്ട ചർമ്മം, ക്രമരഹിതമായ ആർത്തവചക്രം തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാകും. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, അയോഡിൻ അല്ലെങ്കിൽ സെലീനിയം കുറവ് പോലുള്ള പോഷകാഹാരക്കുറവ്, വിട്ടുമാറാത്ത സമ്മർദ്ദം, പാരിസ്ഥിതിക വിഷവസ്തുക്കൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങൾ തൈറോയ്ഡ് തകരാറുകൾക്ക് കാരണമായേക്കാം. തൈറോയ്ഡ് തകരാറുകളും PCOSഉം പലപ്പോഴും ഒരുമിച്ച് സംഭവിക്കാമെന്നതാണ് പലരും മനസ്സിലാക്കാത്തത്. രണ്ടവസ്ഥകളും ഹോർമോൺ സന്തുലിതാവസ്ഥയെയും മെറ്റബോളിസത്തെയും തടസ്സപ്പെടുത്തുന്നു. കൂടാതെ അവ ഒരുമിച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത നിശബ്ദമായി വർദ്ധിപ്പിക്കും. ഇന്ന് ഡോക്ടർമാർ കാണുന്ന മറ്റൊരാശങ്കാജനകമായ പ്രവണത സ്ത്രീകളിൽ മുമ്പത്തേക്കാൾ വളരെ നേരത്തെ തന്നെ ഹൃദ്രോഗ അപകട ഘടകങ്ങൾ വികസിക്കുന്നു എന്നതാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, അസാധാരണമായ കൊളസ്ട്രോൾ അളവ്, വയറിനു ചുറ്റുമുള്ള അധിക കൊഴുപ്പിനെ സൂചിപ്പിക്കുന്ന സെൻട്രൽ ഒബേസിറ്റി തുടങ്ങിയ അവസ്ഥകൾ ചെറുപ്പക്കാരായ സ്ത്രീകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു പ്രധാന കാരണം ആധുനിക ജീവിതശൈലിയാണ്. ഇന്ന് പലരും കമ്പ്യൂട്ടറുകളിൽ ജോലി ചെയ്യുക, ഫോണുകളിൽ സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ഇരുന്ന് യാത്ര ചെയ്യുക എന്നിങ്ങനെ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നു. അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ, പഞ്ചസാര പാനീയങ്ങൾ, ഉയർന്ന കലോറി ഭക്ഷണക്രമങ്ങളുടെ വ്യാപകമായ ഉപഭോഗമായി ചേർന്ന് ഈ ഉദാസീനമായ ജീവിതശൈലി ഉപാപചയ ആരോഗ്യത്തെ നാടകീയമായി ബാധിച്ചിട്ടുണ്ട്. ഉറക്കക്കുറവ് മറ്റൊരു ഗുരുതരമായ പ്രശ്നമാണ്. രാത്രിയിൽ 6 മണിക്കൂറിൽ താഴെ ഉറങ്ങുന്നത് വിശപ്പ്, സമ്മർദ്ദം, മെറ്റബോളിസം എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ തടസ്സപ്പെടുത്തുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. മോശമുറക്കം ശരീരത്തിലെ പ്രധാന സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് കൊഴുപ്പ് സംഭരണം, ഇൻസുലിൻ പ്രതിരോധം, വീക്കം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ ഹോർമോൺ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഗർഭം, പ്രസവാനന്തരം, പെരിമെനോപോസ് എന്നിവ ഉപാപചയ ദുർബലതയെ കൂടുതൽ വർദ്ധിപ്പിക്കും. സാധാരണയായി 40കളിൽ ആരംഭിക്കുന്ന പെരിമെനോപോസ് ശരീരത്തിലെ കൊഴുപ്പ് വർദ്ധിപ്പിക്കുകയും കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ഹൃദയ സംബന്ധമായ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാവുന്ന സ്വാഭാവിക ഹോർമോൺ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകുന്നു. ഈ ഘടകങ്ങളെല്ലാം കാരണം ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതുവരെ കാത്തിരിക്കുമെന്ന് ശുപാർശ ചെയ്യുന്നു. മുൻകൂർ ആരോഗ്യ പരിശോധന വളരെ പ്രധാനമാണ്. സ്ത്രീകൾ 20കളുടെ അവസാനത്തിലോ 30കളുടെ തുടക്കത്തിലോ പതിവായി ആരോഗ്യ പരിശോധനകൾ ആരംഭിക്കണം. അതിലിവ ഉൾപ്പെടുന്നു: രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, കൊളസ്ട്രോൾ പ്രൊഫൈൽ, തൈറോയ്ഡ് പ്രവർത്തനം, രക്തസമ്മർദ്ദം, ശരീരഭാരവും അരക്കെട്ടിന്റെ ചുറ്റളവും.
നേരത്തെയുള്ള കണ്ടെത്തൽ വലിയ മാറ്റമുണ്ടാക്കും. ലളിതമായ ജീവിതശൈലി മാറ്റങ്ങൾ ദീർഘകാല സങ്കീർണതകൾക്കുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കും. ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക, മുഴുവൻ ഭക്ഷണങ്ങളും അടങ്ങിയ സമീകൃത ആഹാരം പിന്തുടരുക, ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റെങ്കിലും പതിവായി വ്യായാമം ചെയ്യുക, യോഗ അല്ലെങ്കിൽ ധ്യാനം പോലുള്ള പരിശീലനങ്ങളിലൂടെ സമ്മർദ്ദം നിയന്ത്രിക്കുക, എല്ലാ രാത്രിയും 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം നേടുക എന്നിവ ഉപാപചയ ആരോഗ്യം ഗണ്യമായി മെച്ചപ്പെടുത്തും. ചില സന്ദർഭങ്ങളിൽ അവസ്ഥയെ അനുസരിച്ച് ഡോക്ടർമാർ വൈദ്യചികിത്സയോ ഹോർമോൺ തെറാപ്പിയോ ശുപാർശ ചെയ്തേക്കാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റുക എന്നതാണ്. ഹോർമോണുകളിലോ പ്രത്യുൽപാദന പ്രശ്നങ്ങളിലോ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിദഗ്ധർ ഇപ്പോൾ ഒരു സമഗ്രമായ ഉപാപചയ സമീപനത്തിന് ഊന്നൽ നൽകുന്നു. മെറ്റബോളിസം, ഹൃദയ സംബന്ധമായ ആരോഗ്യം, മാനസികാരോഗ്യം, ജീവിതശൈലി ശീലങ്ങൾ എന്നിവയുൾപ്പെടെ മുഴുവൻ ശരീരത്തെയും നോക്കുന്നു. കാരണം മെറ്റബോളിസം ആരോഗ്യകരമായിരിക്കുമ്പോൾ ഹോർമോണുകൾ വ്യക്തമായി പ്രവർത്തിക്കുന്നു. ദീർഘകാല രോഗങ്ങൾ പലപ്പോഴും തടയാൻ കഴിയും. സന്ദേശം വ്യക്തമാണ്. ആധുനിക ജീവിതശൈലി സ്ത്രീകൾക്ക് പുതിയ ആരോഗ്യ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. എന്നാൽ അവബോധം, നേരത്തെയുള്ള പരിശോധന, ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുപ്പുകളിലൂടെ ദീർഘകാല ആരോഗ്യവും ക്ഷേമവും സംരക്ഷിക്കാൻ കഴിയും. ഇന്ന് നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുന്നത് നാളത്തെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും. Stay healthy. Follow for more.